ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? 1 കൊരിന്ത്യർ 15:29 പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിൻ്റെ ശരിയായ മർമ്മം ഗ്രഹിക്കാതെ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഈ കൂട്ടരുടെ വാദം ഒരു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുക, ഈ സ്നാനമേൽക്കുന്നതിന് മുമ്പ് മരിച്ചു പോവുകയും ചെയ്താൽ ജീവിച്ചിരിക്കുന്ന തൻ്റെ മകൻ മരിച്ചുപോയ തനിക്കായി സ്നാനപ്പെടുന്നു എന്നാണ്. ഈ പഠിപ്പിക്കൽ ഒരിക്കലും ശരിയല്ല. താഴെ വിവരിക്കുന്ന വാക്യങ്ങൾ നമ്മെ അത് തെളിയിക്കുന്നു. സ്നാനം എന്ന പദത്തിന് ജലത്താലുള്ള കഴുകൽ എന്ന അർത്ഥമല്ലാതെ കഷ്ടപ്പാടുകൾ എന്നും അർത്ഥം കാണിക്കുന്നു. ഈ ഭാഗം തെളിയിക്കുന്നത് മർക്കോസ് 10:38 യേശുവിൻ്റെ മഹത്വനാളിൽ തൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ തങ്ങൾക്ക് ഇടം തരണമെന്ന് സബദി മക്കൾ യേശുവിനോട് യാചിച്ചപ്പോൾ താൻ ഏൽക്കുന്ന സ്നാനം അവർക്ക് ഏൽപ്പാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ജലസ്നാനത്തെ ഉദ്ദേശിച്ചല്ലായിരുന്നു. കാരണം തൻ്റെ ജലസ്നാനത്തിന് ശേഷമായിരുന്നു ഇപ്രകാരം പറഞ്ഞത്. എന്നാൽ യേശു പിന്നെയും പറയുന്നു, എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ലൂക്കോസ് 12:50. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? യോഹന്നാൻ 18:11. ഈ പറയുന്നതെല്ലാം തൻ്റെ ജലസ്നാനത്തിന് ശേഷം ആയിരുന്നു. ക്രൂശ് മരണത്തിനുള്ള തൻ്റെ കഷ്ടപ്പാടിനെ ഓർമ്മപ്പെടുത്തി ഉള്ള കഷ്ടപ്പാടുകളെയാണ് ഇവിടെ സ്നാനം എന്ന പദപ്രയോഗത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം സാധുക്കളായവർക്ക് വേണ്ടി നാം ഭക്ഷണം കൊടുക്കുകയോ വസ്ത്രദാനം ചെയ്യുകയോ സാമ്പത്തിക സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അത് നമ്മളുടെ മരിച്ചവർ ഉയർക്കുവാൻ സഹായിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ എന്ന് പൗലോസ് പറയുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നാം ഈ അടിയന്തരങ്ങൾ നടത്താറുള്ളത് ഈ അടിസ്ഥാനത്തിലാണ്. നാം നടത്തപ്പെടുന്ന 40-ാം ദിവസ അടിയന്തരവും മറ്റും ഇന്ന് ഉദ്ദേശശുദ്ധി ഇല്ലാത്ത തരത്തിൽ ആയിത്തീർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രശസ്തിയും പ്രതാപവും ഉയർത്തിക്കാട്ടുന്നതിനുള്ള വ്യഗ്രതയാണ് എവിടെയും കാണിക്കുന്നത്. നമ്മുടെ അടിയന്തരങ്ങൾ എപ്രകാരം ആയിരിക്കണമെന്ന് യേശു നമ്മോട് ലൂക്കോസ് 14:12 പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സമ്പത്തുള്ളവരെയും വിളിക്കരുത്. അവർ നിങ്ങളെ അങ്ങോട്ടും വിളിച്ച് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രർ, അംഗഹീനർ, മുടന്തർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക, എന്നാൽ നീ ഭാഗ്യവാനാകും എന്നാണ് യേശു അരുളി ചെയ്തത്. ധനവാൻ തൻ്റെ പിൻതലമുറയോടുള്ള അമിതമായ ലാളന മൂലം സ്വത്തുക്കൾ സമ്പാദിച്ചു വയ്ക്കുന്നു. ഈ പ്രവണതയാൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയാതെ അവൻ പിരിഞ്ഞു പോകുന്നു. അതിനാലാണ് ക്രിസ്തു പറഞ്ഞത് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണെന്ന്. പുണ്യപ്രവൃത്തികൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി നാം ചെയ്യുമ്പോൾ അതിനുള്ള കടപ്പാട് നമുക്ക് ഉള്ളവരാണ്. ഒരു പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ
കടബാധ്യത വരുത്തിയിട്ടുള്ളത് മക്കൾ വീട്ടുവാൻ ഐഹിക ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്ന പ്രകാരം ആത്മീക ബാധ്യതകൾ തലമുറകൾ പുണ്യപ്രവൃത്തികളിലൂടെ അവർക്ക് വേണ്ടി മരിച്ചവരുടെ നാമത്തിൽ ചെയ്യേണ്ടതാണ്. അതാണ് അവരുടെ ദിവസങ്ങളിൽ പുണ്യപ്രവൃത്തികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കൾക്കായി മാതാപിതാക്കന്മാരാണ് സമ്പാദിച്ചു വയ്ക്കേണ്ടത്. 2 കൊരിന്ത്യർ 12:14. അവർക്കായിട്ടാണ് നാം ജീവിക്കുന്നത്. അവരെ പഠിപ്പിക്കുന്നതും ആഹാരത്തിനും വസ്ത്രധാരണത്തിനും ചികിത്സയ്ക്കും ധാരാളം പണം ആവശ്യമായതിനാൽ നമുക്ക് പലപ്പോഴും പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ മടിയുള്ളവരായിത്തീരും. ഇത് തെളിയിക്കുന്ന ഭാഗമാണ് 2 തീമോത്തിയോസ് 5:4. ഭർത്താവ് മരിച്ച വിധവയുടെ മക്കൾ അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയ വിധവയുടെ ഭർത്താവിന് പ്രത്യുപകാരം പ്രാർത്ഥനയും ശ്രാദ്ധ കുർബാനയും ചെയ്യുന്നതാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ടാണ് സഭയിൽ ശ്രാദ്ധ കുർബാന നടത്തുന്നത്. ഈ സമ്പ്രദായം ഹിന്ദുമത വിശ്വാസികൾ പോലും കറുത്ത വാവ് ദിവസങ്ങളിൽ അവരുടെ പൂർവികരോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ആചാരത്തെ പെന്തക്കോസ്ത് വിശ്വാസികൾ ആക്ഷേപിക്കാറുണ്ട്. സങ്കീർത്തനം 115:17 മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കുന്നു എന്നുള്ള വാക്യത്തിൽ മരിച്ചവർ മൗനതയിലാണെന്നും അവർ പഠിപ്പിക്കുന്നു. എന്നാൽ നാമോ ഇന്നു മുതൽ യഹോവയെ സ്തുതിക്കും എന്ന് താഴെ പറഞ്ഞിരിക്കുന്ന ഭാഗം ദൈവവിശ്വാസത്തോടുകൂടി ജീവിച്ച് കഴിയുന്നവരായവർ മരിച്ചാലും ജീവിക്കുമെന്നുള്ള അർത്ഥമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദൈവം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും അപ്രകാരം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവം ആകുന്നു എന്ന് ലൂക്കോസ് 20:38 പരാമർശിച്ചിരിക്കുന്നതും മനുഷ്യൻ മരണാനന്തരവും ജീവിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ മൗനത്തിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന അവസ്ഥയിൽ അല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ നവീന സഭയുടെ ഈ പുസ്തകത്തിൽ നിന്നും ഇത് തെളിയിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പല വാക്യങ്ങളും അവിടെ ഇല്ലാതെ പോയത് കാരണമാണ്. എന്നാൽ മക്കബായക്കാരുടെ പുസ്തകം ഉൾപ്പെടെ ഇതര കാനോന്യ പുസ്തകത്തിലെ 11 പുസ്തകങ്ങൾ ഒഴിവാക്കിയതിനാൽ ഇപ്പോഴത്തെ ബൈബിളിൽ ഈ ഭാഗം തെളിയിക്കാൻ സാധ്യമല്ല. അതിനാൽ നമ്മുടെ അടിയന്തരങ്ങൾ വീടുകളിൽ ആണേലും ലളിതമായി നടത്തി ലൂക്കോസ് 14:12 പറഞ്ഞിരിക്കുന്ന പ്രകാരം സാധുക്കളെയും മറ്റും ക്ഷണിച്ച് അവർക്ക് കൊടുക്കുക. അവരുടെ കരുതലിന് ശേഷമുള്ള തുക ആതുരാലയങ്ങൾക്കോ അനാഥാലയങ്ങൾക്കോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുണ്യപ്രവൃത്തി മുഖാന്തരം നമ്മുടെ മരിച്ചവരും മേലുള്ള യെരൂശലേമിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് അവർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയവരുടെ കൂടെ ഇരിക്കാൻ സംഗതിയായി തീരും. അപ്രകാരം സംഭവിക്കട്ടെ. താങ്ക് യു.